ഹായ് മക്കൾസ്, വീണ്ടും നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഞാൻ തന്നെ ഫാസിൽ സർ. ഓക്കെ, അപ്പോൾ എൻ്റെ മുത്തുകളെ, സുത്തുകളെ, കരളുകളെ, കുളിരുകളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഇനി നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ പാടില്ല. അതിന് നമ്മൾ ഇന്നൊരു സൊല്യൂഷൻ കാണും. അപ്പോൾ ആ ചോദ്യം ഒന്ന് നോക്കട്ടെ സാർ. ഇതാ നോക്കൂ. ഓക്കെ, ഇതാ പിടിച്ചോ ചോദ്യം. അതായത് ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. എന്താ മോഡൽ? അതായത് ഗോൾജി കോംപ്ലക്സ് എൻസൈംസ്. അതെന്താ മോഡൽ? അത് അങ്ങനെ ഒരു മോഡൽ. ഗോൾജി കോംപ്ലക്സുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ് എന്ത് എൻസൈംസ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ഒരു പെട്ടി ഉണ്ട്. ഈ പെട്ടിയിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് പറ്റിയിട്ടുള്ള സെൽ ഓർഗനൽസ്. ഇവിടെ ഗോൾജി കോംപ്ലക്സ് എന്താണ്? ഒരു സെൽ ഓർഗനൽസ് ആണ്. ഒരു സെൽ ഓർഗനൽസ് ആണ്. ആ സെൽ ഓർഗനൽസിൻ്റെ അടുത്ത് എന്തുണ്ടാവും? ആ സെൽ ഓർഗനൽസിൻ്റെ കയ്യിൽ എൻസൈംസ് ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ അതുപോലെ ഇവിടെ ഓരോ സെൽ ഓർഗനൽസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ധർമ്മവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുമ്മാ വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. ഒരു ഫോർമാലിറ്റിക്ക് പഠിക്കൊന്നും വേണ്ട, ഒരു ഫോർമാലിറ്റിക്ക് വായിക്കാം. സ്റ്റോറേജ് ഓഫ് എനർജി, ഊർജ്ജ സംഭരണം ചെയ്യുന്ന ആരാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ ഉണ്ടാവും ആളുണ്ടാവും. നമുക്ക് വെറുതെ തൽക്കാലം ഇപ്പോൾ നോക്കണ്ട, പോട്ടെ, അടുത്ത് നോക്കാം. വാക്യൂൾ, അതൊരു സെൽ ഓർഗനലാണ്. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, അതായത് പദാർത്ഥ സംവഹനം, അതൊരു ഫംഗ്ഷനാണ്, ഒരു ധർമ്മമാണ്. അതാരാ ചെയ്യുന്നത്? അതറിയില്ല, നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. മൈറ്റോകോൺട്രിയ, ഈ മൈറ്റോകോൺട്രിയൻ്റെ പരിപാടി എന്താ? അത് ഊർജ്ജ സംഭരണം. മിണ്ടണ്ട, ആരോട് പറഞ്ഞെടുക്കണ്ട. ഓക്കെ, നമുക്കിതൊക്കെ ചെയ്യാം. സ്റ്റോർസ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, അതായത് വിസർജ്യ വസ്തുക്കൾ എവിടെ സംഭരിക്കും. അതുപോലെ തന്നെ ഗോൾജി കോംപ്ലക്സ്, അത് വീണ്ടും ഒരു സെൽ ഓർഗനലാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അത് മറ്റൊരു സെൽ ഓർഗനലാണ്. പിന്നെ എൻസൈംസ്. ഓക്കെ, ഇതിലെ ഈ ഗോൾജി കോംപ്ലക്സും എൻസൈംസും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മോഡൽ തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മോഡൽ സെറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. സ്റ്റോറേജ് ഓഫ് എനർജി, ഊർജ്ജ സംഭരണം. ഊർജം സംഭരിക്കുന്നത് സെല്ലിൻ്റെ ഏത് ഭാഗത്താണ്? ഊർജം സംഭരിക്കുന്നതെന്ന് മാത്രമല്ല, ഊർജം നിർമ്മിക്കുന്നതും അത് സ്റ്റോർ ചെയ്യുന്നതും അതന്നെയല്ലേ ഊർജ്ജം സംഭരിക്കുന്നത്? അതെ. ഓക്കെ, അപ്പോൾ ഊർജ്ജം നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതും ഒക്കെ ഒരു സ്ഥലത്താണ്. അപ്പോൾ അതേതാ സ്ഥലം? അത് മൈറ്റോകോൺട്രിയ. ഏത് കോൺട്രിയ? മൈറ്റോകോൺട്രിയ. അപ്പോൾ ആരാണ് ഇവിടുത്തെ ജോഡി? ഊർജ്ജ സംഭരണവും മൈറ്റോകോൺട്രിയയിലാണ് എന്ത് സംഭരിക്കുന്നത്? ഊർജ്ജം സംഭരിക്കുന്നത്. എനർജി സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയ. അവിടെ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എനർജി സ്റ്റോർ ചെയ്യൽ മാത്രമല്ല മൈറ്റോകോൺട്രിയൻ്റെ പരിപാടി. ഇതേ മൈറ്റോകോൺട്രിയാണ് എന്ത് ചെയ്യുന്നത്? എനർജി പ്രൊഡക്ഷൻ നടത്തുന്നതും ആ പ്രൊഡക്റ്റ് ചെയ്ത എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. അപ്പോൾ എനർജി പ്രൊഡക്ഷൻ വന്നാലും മൈറ്റോകോൺട്രിയ, എനർജി സ്റ്റോറേജ് വന്നാലും മൈറ്റോകോൺട്രിയ. തൽക്കാലം ഇവിടെ സ്റ്റോറേജ് ഓഫ് എനർജി സ്റ്റോറേജ് മാത്രമേ വന്നിട്ടുള്ളൂ. അതാരാണ്? മൈറ്റോകോൺട്രിയ. അപ്പോൾ അയാളെ നമുക്ക് കിട്ടി. ഓക്കെ, എന്നാൽ ഞാൻ അടുത്തത് വാക്യൂളോ? അതെന്താണ് സാധനം? ഫാൻ എന്ന് കേട്ടിട്ടുണ്ട്. കിട്ടി. ഫാനം എന്ന് പറഞ്ഞാൽ ഇതൊരു കോശമാണെങ്കിൽ ആ കോശത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വാക്യൂൾ, അതാണ് ഫാനം. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തെ പൊതുവെ നമ്മൾ എന്താ ചെയ്യുക? കാര്യം സാധിച്ചു പോരും. സ്റ്റോറേജ് ഓഫ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, വിസർജ്യ വസ്തുക്കളുടെ സംഭരണം, അതെവിടെയാണ്? അത് വാക്യൂളിലായിരിക്കും, അല്ലെങ്കിൽ ഫാനത്തിലായിരിക്കും. ഇനി അടുത്തത് പദാർത്ഥ സംവഹനം. അതായത് ഒരു കോശത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന പദാർത്ഥ സംവഹനം, അല്ലെങ്കിൽ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, അതാര് ത്രൂ ആണ് നടക്കുക? അതായത് ഒരു വാഹനം പോലെ ആക്ട് ചെയ്യുന്ന ഒരാൾ നമ്മളെ ഇവിടെ ഉണ്ട്. ഇവിടെ കോശത്തിൻ്റെ ഉള്ളിലുണ്ട്. അതാരാ? ചിന്തിക്ക്. അതെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് പദാർത്ഥ സംവഹനം. ഞാനിവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മൈറ്റോകോൺട്രിയ, സ്റ്റോറേജ് ഓഫ് എനർജി, അതായത് ഊർജ്ജ സംഭരണം. സ്റ്റോർ ഓഫ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, വിസർജ്യ വസ്തുക്കളുടെ സംഭരണം, അതാരാണ്? ഫാനം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പരിപാടി എന്താണ്? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ പദാർത്ഥ സംവഹനം. ഒരു സാധനത്തിന് ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഇതാണ് ആരുടെ പരിപാടി? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പരിപാടി. ഇപ്പോൾ തൽക്കാലം ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം പഠിച്ചാൽ മതി. കാരണം ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ പരീക്ഷയ്ക്ക് ഇതന്നെ തരണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഇത് ആ സ്പീഡിൽ പഠിക്കാം. ഇതിൻ്റെ കൂടെ പഠിച്ചോ, അതാ പഠിച്ചോ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതാ വരും. മൈറ്റോകോൺട്രിയൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, എനർജി പ്രൊഡക്ഷൻ നടത്തും. ആ പ്രൊഡക്റ്റ് ചെയ്ത എനർജിനെ സ്റ്റോർ ചെയ്യും. അതായത് ഊർജ്ജ നിർമ്മാണത്തിനും ഊർജ്ജ സംഭരണത്തിനും സഹായിക്കും. എനർജി പ്രൊഡക്ഷനും സഹായിക്കും, എനർജി സ്റ്റോറേജിനും സഹായിക്കും. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയനെ നമ്മൾ എന്ത് വിളിക്കും? പവർ ഹൗസ് ഓഫ് ദ സെൽ, കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്ന് വിളിക്കും. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റാ, കോശത്തിൻ്റെ ഊർജ്ജ നിലയം.
പവർ ഹൗസ് ഓഫ് ദ സെൽ, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കും ആരെ? മൈറ്റോകോൺട്രിയനെ. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു പോയിന്റ്. എന്നാൽ ഞാൻ അടുത്ത പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൈറ്റോകോൺട്രിയ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒന്ന് ബ്രെയിന്, 2 ലിവർ, 3 മസിൽസ്, അതായത് 1 തലച്ചോറ്, 2 കരൾ, 3 മസിൽസ് അല്ലെങ്കിൽ പേശികൾ. എന്തുകൊണ്ട് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പരിപാടി എന്താ? എനർജി പ്രൊഡക്ഷനാണ്. അതായത് എനർജി ഉണ്ടാക്കുക, അതേപോലെ തന്നെ എനർജി സ്റ്റോർ ചെയ്യുക. അപ്പോൾ ബ്രെയിന്, അതേപോലെ തന്നെ കരൾ, മസിൽസ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ട് എനർജി ആവശ്യമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ ഇത് എന്ത് ചെയ്യുന്നത്? അബണ്ടൻ്റ് ആയിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ജസ്റ്റ് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു കോശമാണെന്ന് വിചാരിക്കട്ടോ. ഇത് ഫോർ എക്സാമ്പിൾ ഇതൊരു കോശം. ഈ കോശത്തിൻ്റെ ഉള്ളിൽ ചപ്പുചവറുകൾ പോലെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരാളാണ് ആര്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എല്ലായിടത്തും ഉണ്ടാവും, എല്ലായിടത്തും ആരുണ്ടാവും? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാവും. സോ ഓനെ കൊണ്ട് തട്ടി മുട്ടിയിട്ടാണ് പോകാൻ കഴിയില്ല. എല്ലായിടത്തും പരന്നിങ്ങനെ ആരുണ്ടാവും? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓനാണെന്ത്? കോശത്തിൻ്റെ ഉള്ളിലുള്ള പാസേജ്, കോശത്തിൻ്റെ ഉള്ളിലുള്ള പാസേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽസ് ടേക്സ് പ്ലേസ് ത്രൂ ദിസ് ഓർഗനൽ. ഈ ഒരു കോശാംഗത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്തും ആരുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അപ്പോൾ ഓൻ്റെ അടുത്ത് കയ്യിൽ കൊടുത്താൽ മതി ഓരോ സാധനങ്ങൾ, ഓൻ കൃത്യമായിട്ട് അത് ഓരോ സ്ഥലത്തേക്ക് എത്തിക്കും. നമ്മളെല്ലാവരുടെ നാട്ടിലും എന്തുണ്ട്? പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കത്ത് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ പറ്റും. കാരണം എല്ലാ നാട്ടിലും എന്തുണ്ട്? പോസ്റ്റ് ഓഫീസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ പണ്ട് ഇങ്ങനെ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവൻ എല്ലായിടത്തും ഉണ്ട് ഒരു കോശത്തിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ ത്രൂ ദിസ് ഓർഗനൽ. അതായത് കോശത്തിനുള്ളിലുള്ള എല്ലാവിധ പദാർത്ഥങ്ങളെയും സംവഹനം നടത്തുന്നത് ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുകൊണ്ട് തന്നെ കോശത്തിനുള്ളിലുള്ള സഞ്ചാരപാത, ദ പാസേജ് ഇൻ ദ സെൽ ആരായിട്ട് ആക്ട് ചെയ്യുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് ആക്ട് ചെയ്യുന്നു. പാസേജ് ഇൻ ദ സെൽ, കോശത്തിനുള്ളിലുള്ള സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് ആരാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു ഇവൻ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ ഇവൻ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവനാണ് എന്ത് ചെയ്യുന്നത്? ആ കോശത്തിൻ്റെ മെയിൻ. ആ കോശത്തിൻ്റെ ഓരോ മെറ്റീരിയൽസ് ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കുന്ന ആരാണ്? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. നല്ല പേരാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പോൾ ഇവനാണ് മെയിൻ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവൻ്റെ മറ്റൊരു പരിപാടിയാണ് ഒരു കോശത്തിന് ഫിംനെസ് കൊടുക്കും. അതെന്താ സാർ ഫിംനെസ്? അതായത് ദൃഢത കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഷെയ്പ്പും കൊടുക്കും, അതായത് ആകൃതിയും കൊടുക്കും. ഒരു കോശത്തിന് ദൃഢതയും ഷേപ്പും ഫിംനെസ്സും അതുപോലെ തന്നെ ആകൃതിയൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുകൊണ്ട് തന്നെ പാസേജ് ഇൻ ദ സെൽ എന്നുള്ള പേരിൽ മാത്രമല്ല എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്നത് സൈറ്റോസ്കെലിട്ടൺ ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ കോശ അസ്ഥികൂടം സൈറ്റോസ്കെലിട്ടൺ എന്നും ആരെ വിളിക്കും? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ വിളിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ആരാണ് സൈറ്റോസ്കെലിട്ടൺ? അപ്പോൾ നിങ്ങൾ പറയണം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ആരാണ് പാസേജ് ഇൻ ദ സെല്ല്, കോശത്തിനുള്ളിലുള്ള സഞ്ചാരപാത ആരാന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ ഇയാൾ ടോപ്പാണോ? ടോപ്പാണ്. ഓക്കെ, എന്നാൽ ഇനി അടുത്തത് റൈബോസോം. റൈബോസോമിനെ കുറിച്ച് പഠിക്കാം, വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്. റൈബോസോമിൻ്റെ കാര്യത്തിൽ ആ ഒരൊറ്റ കാര്യം പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ. കോശത്തിലെ മാംസ്യ നിർമ്മാണം, അതായത് പ്രോട്ടീൻ സിന്തസിസ് ആണ് ആരുടെ പരിപാടി? റൈബോസോമിൻ്റെ പരിപാടി. റൈബോസോമിൻ്റെ പരിപാടി. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. അതാ ഒരു പാട്ട് പാടിത്തരാം. റബ്ബേ റബ്ബേ പ്രോട്ടീൻ ഒന്ന് പറയാണ്. റബ്ബേ റബ്ബേ പ്രോട്ടീൻ റബ്ബേ റബ്ബേ പ്രോട്ടീൻ. ആരാ റബ്ബേ? അത് ആരെങ്കിലും ആവട്ടെ. റബ്ബേ പ്രോട്ടീൻ റബ്ബേ പ്രോട്ടീൻ. അപ്പോൾ റബ്ബേ അത് റൈബോസോം. പ്രോട്ടീൻ അത് പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ റൈബോസോമിൻ്റെ പണി എന്താണ്? പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നു. എന്തിനു സഹായിക്കുന്നു? പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നു റൈബോസോം. അപ്പോൾ അത് എന്ത് ചെയ്യുക? ആ രീതിയിൽ ഓർത്ത് വെക്കാം. ഓക്കെ അല്ലേ? സിമ്പിൾ. എന്നാൽ അടുത്തത് വാക്യൂളിൻ്റെ കേസിൽ നിങ്ങൾ സിമ്പിളായിട്ട് 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒന്ന്, ഇതൊരു വാക്യൂളാണ്, ഇതൊരു സെല്ലാണെന്ന് വിചാരിച്ചോ. ഈ സെല്ലിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? വാക്യൂളായിരിക്കും. ഇവിടെ ഇതാണെന്ത്? വാക്യൂള്. ഈ വാക്യൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വാക്യൂളിൻ്റെ ചുറ്റും ഒരു കവറിങ് ഉണ്ട്. വാക്യൂളിൻ്റെ ചുറ്റും ഒരു ആവരണമുണ്ട്, ഒരു കവറിങ് ഉണ്ട്, ഒരു ആവരണമുണ്ട്. ആ ആവരണത്തിന് ഒരു പേരുണ്ട്. ആ ആവരണത്തിൻ്റെ പേര് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ പേര് എന്നറിയോ? ടോണോപ്ലാസ്റ്റ്. എന്താ പേര്?
ടോണോപ്ലാസ്റ്റ്. നല്ല പേര്, ഒരു റൊമാൻറ്റിക് പേര് അല്ലേ? ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞോളൂ, എൻ്റെ കൂടെ പറഞ്ഞോളൂ. ടോണോപ്ലാസ്റ്റ്. എന്താ പേര്? ടോണോപ്ലാസ്റ്റ്. ഫാനം അല്ലെങ്കിൽ വാക്യൂളിൻ്റെ ചുറ്റും ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിൻ്റെ വിളിക്കുന്ന പേരാണെന്ത്? ടോണോപ്ലാസ്റ്റ്. എന്താ ഇവിടെ നോക്കടാ, ഇൻ്റെ ബോഡിനെ കവർ ചെയ്ത് കണ്ട് സൈലത്തിൻ്റെ ഈ ജാക്കറ്റ് ഇല്ലേ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ വാക്യൂളിനെ കവർ ചെയ്തിട്ട് ഫാനത്തിനെ കവർ ചെയ്തിട്ട് ഒരു കവറിംഗ് ഉണ്ട്. ആ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താണ് ഈ വാക്യൂളിൻ്റെ പണി എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, വാക്യൂൾ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ സ്ഥലം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഒഴിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓരോ സാധനങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഇല്ലേ? അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ സ്കൂളിലും നമ്മളെ വീട്ടിലൊക്കെ സ്റ്റോർ റൂമുകൾ ഉണ്ടാവും. അവിടെ നമ്മൾ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിയ ബെഞ്ചുകളൊക്കെ അവിടെ കൊണ്ടുവരും. പൊട്ടിയ ബെഞ്ച്, പൊട്ടിയ ഡെസ്ക്, പൊട്ടിയ മേശൊക്കെ ആ സ്റ്റോർ റൂമിൽ കൊണ്ടുവരും. കാരണം അത് ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതേപോലെ കോശത്തിൻ്റെ ഉള്ളിൽ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് ഇത് വാക്യൂൾ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത് ചോദിച്ചാൽ, വാട്ടർ, ജലം സ്റ്റോർ ചെയ്യും. സാൾട്ട്, ലവണങ്ങൾ സ്റ്റോർ ചെയ്യും. പിന്നെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, വിസർജ്യ വസ്തുക്കൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, വിസർജ്യ വസ്തുക്കൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ പറയണം വാക്യൂൾ, ഫേനം. ഓക്കെ, എന്നാൽ ലാസ്റ്റ് വൺ, ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയോ? ഗോൾജി കോംപ്ലക്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഗ്ലാൻഡുലാർ സെൽസ്, അഥവാ മലയാളത്തിൽ ഗ്രന്ഥി കോശങ്ങൾ എന്ന് പറയും. എന്താ പറയുക? ഗ്രന്ഥി കോശങ്ങൾ. സിമ്പിളായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യാം, അതങ്ങനെ കണക്ട് ചെയ്യാം. ഗോൾജി കോംപ്ലക്സിന് ഗായല്ലേ, ഗ്രന്ഥി കോശത്തിനും ഗായല്ലേ, ഗാന്ന് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഗോൾജി കോംപ്ലക്സിന് ജി അല്ലേ, ഇംഗ്ലീഷ് മീഡിയം. ഗോൾജി കോംപ്ലക്സിന് ജി അല്ലേ, ഗ്ലാൻഡുലാർ സെൽസിനും ജി അല്ലേ, അപ്പോൾ ജിന്ന് കണക്ട് ചെയ്യാം. മലയാളികൾ ഗാന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾജി കോംപ്ലക്സ് കാണപ്പെടുന്നത് ഗ്രന്ഥി കോശങ്ങൾ അല്ലെങ്കിൽ ഗ്ലാൻഡുലാർ സെൽസ്. ഓക്കെ, ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗോൾജി കോംപ്ലക്സിന് എന്തുണ്ട്? ചെറിയ ചെറിയ സ്മാൾ വെസിക്കിൾസ് ഉണ്ട്, ചെറിയ ചെറിയ സ്ഥിരസഞ്ചികൾ. ഇത് കണ്ടോ, ഇവിടെ ചെറിയ ചെറിയ കുറേ ബബിള് പോലത്തെ കുറേ സാധനങ്ങൾ. ഇതാണ് ഇവരുടെ ചെറിയ ചെറിയ സഞ്ചികൾ, ചെറിയ ചെറിയ കുഞ്ഞു സ്ഥിരസഞ്ചികൾ. ആ കുഞ്ഞു സ്ഥിരസഞ്ചികളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നറിയോ? ഇവർ കുറേ സാധനങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. നമ്മളെ സ്കൂളിൻ്റെ മുന്നിലൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ മിഠായി പീടികകൾ. ആ മിഠായി പീടികളിൽ ഓരോ ഭരണികളിലും ഓരോ കുപ്പികളിലും കുറേ എന്തുണ്ടാവും? കുറേ മിഠായികൾ ഉണ്ടാവും, കുറേ മധുര പലഹാരങ്ങൾ, എന്തോ സാധനങ്ങൾ ഉണ്ടാവും. അതേപോലെ ഇവിടെ ഈ ഗോൾജി കോംപ്ലക്സിന് എന്തുണ്ട്? ചെറിയ ചെറിയ സ്മാൾ വെസിക്കിൾസ് ഉണ്ട്, സ്ഥിരസഞ്ചികളുണ്ട്. ആ സ്ഥിരസഞ്ചികളിൽ ഇവർ എന്തൊക്കെ കളക്ട് ചെയ്യും? രാസാഗ്നി. അതെന്താ സാർ രാസാഗ്നി? അതേത് അഗ്നിയ? അങ്ങനെ ഒരു അഗ്നി ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. എൻസൈംസ് കളക്ട് ചെയ്യും, ഹോർമോൺസ് കളക്ട് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ മ്യൂക്കസ് കളക്ട് ചെയ്യും. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യും. പ്രധാനമായിട്ടും രാസാഗ്നി, ഹോർമോണുകൾ, ശ്ലേഷ്മരസം, ഇതൊക്കെ ആര് കളക്ട് ചെയ്യും? ഗോൾജി കോംപ്ലക്സ് കണക്ട് ചെയ്യും. അപ്പോൾ ഗോൾജി കോംപ്ലക്സ് എന്തൊക്കെ കണക്ട് ചെയ്യും? എൻസൈം കണക്ട് ചെയ്യും, മ്യൂക്കസ് കളക്ട് ചെയ്യും, ഹോർമോൺ കളക്ട് ചെയ്യും. പിന്നെ ഗോൾജി കോംപ്ലക്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സെല്ല് ഏതാണ്? ഗ്ലാൻഡുലാർ സെൽസ്. അങ്ങനെയെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഹൂ ഈസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ? ആരാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ? താഴെ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പവർ ഹൗസ് ഓഫ് ദ സെൽ ആരാന്നുള്ളത് എന്ത് ചെയ്യുക? താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഊർജ്ജ നിലയം ആരെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. വിധിയുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സ്വന്തം കുഞ്ഞാപ്പു സർ. ഓക്കെ, ഐ ലവ് യു. പോയി വരാം. ലവ് യു.